ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൈമാസ്റ്റർ ബേസിലുള്ള വീഡിയോ എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫയർ എഫക്റ്റിൽ നമുക്കൊരു ഇൻട്രോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത് നമ്മൾ കൈമാസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തരുമ്പോൾ ഇതൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. പ്ലേ സ്റ്റോറിൽ കൂടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ കുറേ റേഷ്യോസ് കാണിക്കുന്നുണ്ട്. 16.9 ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ വരുന്നത്. പിന്നെ വെർട്ടിക്കൽ റേഷ്യോ ഉണ്ട് 9.16. അപ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ 16.9 നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഒരു ബ്ലാക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കളർ ബ്ലാക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എത്രയാണോ അത്രയും നമുക്ക് ബ്ലാക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്ത ശേഷം നമുക്ക് അടുത്ത ലെയർ നമ്മൾ ടെക്സ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലെയർ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ഇതാണ് ലെയർ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് എഫക്റ്റ് ഉണ്ട്, മീഡിയ ഉണ്ട്, ഓവർ ലെയർ ഉണ്ട്, പിന്നെ ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേര് എന്താ വെച്ചാൽ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടെസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സൈസ് നമുക്കിവിടെ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഫൗണ്ട് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫൗണ്ടിൻ്റെ വരുന്നത്. എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫൗണ്ട് അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലെവലിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളറാണ് നമുക്ക് ഇതിന് ആഡ് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ നമ്മൾ മാസ്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഗ്രീൻ കളറാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. പിന്നെ ടെക്സ്റ്റ് നമുക്ക് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ച് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ കൊടുത്ത ശേഷം ഇത് സേവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഫയൽ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാക്സിമം ക്വാളിറ്റി തന്നെ നമ്മളെല്ലാ ഫയലും ഇതേപോലെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സ്പ്രെഡായി പോകും. അപ്പോൾ മാക്സിമം ക്വാളിറ്റി കൂട്ടി കൊടുക്കണം. നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയൽ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഫയൽ അവിടെ സേവ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ വെറും ഒരു ഗ്രീൻ സ്ക്രീനും മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ബാക്ക് വരിക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നമ്മളത് 16.9 സൈസ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയും വേണ്ടത് വെച്ചാൽ അത്ര ലെങ്ത്ത് ഇട്ട് കൂട്ടിയിടാം. വീണ്ടും നമ്മൾ ഓക്കെ കൊടുത്ത ശേഷം നമുക്കിവിടെ ലെയർ ഓപ്ഷനിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, മീഡിയ സെലക്ട് ചെയ്യാം. ആ മീഡിയ സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ കളറോട് കൂടിയിട്ടുള്ള മീഡിയ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ക്രീനിന് ഏത് സൈസാണോ നമുക്കതിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫുൾ സ്ക്രീൻ കൊടുത്താലും മതി. അപ്പോൾ അതിൽ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെയർ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫയർ എഫക്റ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫയർ എഫക്റ്റിൻ്റെ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ ലെയർ സെലക്ട് ചെയ്ത ശേഷം മീഡിയ സെലക്ട് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡിലുള്ളതുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഫയർ എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫയർ എഫക്റ്റ് നമുക്കിവിടെ ഈ ടെക്സ്റ്റിൻ്റെ കറക്റ്റായിട്ടാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇവിടെ ക്രോപ്പ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക്
ഈ വീഡിയോ നമുക്ക് ക്രോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിതുപോലെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുത്ത ശേഷം നമുക്കത് മൂവ് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റിന് ലെവലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്രോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മളിവിടെ ടെക്സ്റ്റിന് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾ ഫയർ എഫക്റ്റ് എന്നുള്ള വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് വരുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ബ്ലൈൻഡിങ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ബ്ലൈൻഡിങ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണും. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഓവർ ലെയർ, മൾട്ടി ലെയർ. അപ്പോൾ നമ്മൾ സ്ക്രീൻ എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ക്രീൻ കൊടുത്തു കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് വേണമെങ്കിൽ നോക്കാം. നമുക്ക് ആ ഫയർ കറക്റ്റ് ആ ലെറ്ററിലൂടെ വരുന്നുണ്ടോ എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് മിസ്സാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നുകൂടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും. ഇത്രയും കഴിഞ്ഞ ശേഷം നമ്മളിനി ചെയ്യേണ്ടത്, നമ്മൾ ഗ്രീൻ സ്ക്രീൻ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലെറ്റർ കൊടുത്തത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, ക്രോമ കീ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ക്രോമ കീ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഫയർ എഫക്റ്റ് എടുത്ത ശേഷം ഇവിടെ കണ്ടില്ലേ 3 ഡോട്ട് കണ്ടില്ലേ, ഈ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ടു ബാക്ക് എന്നുണ്ടാവും. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു എഫക്റ്റാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫയർ കറക്റ്റ് എല്ലായിടത്തും എത്തുന്നുണ്ടോ നോക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇത് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്കൊന്നുകൂടി സൂമൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ എഫക്റ്റ് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ലെയർ വീണ്ടും സെലക്ട് ചെയ്യണം. ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആ ഒരു ഫയറിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ വേറൊരു വീഡിയോ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മീഡിയ സെലക്ട് ചെയ്യുക. ഡൗൺലോഡിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫയൽ എടുക്കാം. നമുക്ക് ആ ടെസ്റ്റിനനുസരിച്ച് അത് നമുക്കിവിടെ സൂം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത്, നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്ത ശേഷം വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ താഴോട്ട് വന്നിട്ട് ബ്ലൈൻഡിങ് എന്നുള്ളതിൽ ഓക്കെ കൊടുക്കാം. അതിൽ നമ്മൾ സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ അല്ലേ ഈ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഫയർ എഫക്റ്റിലുള്ള ടെക്സ്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിനാണ് വേണ്ടത്, അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഫയറിൻ്റെ ഒരു ഓഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് കൊടുക്കാം. അപ്പോൾ ഓഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫയറിൻ്റെ സൗണ്ട് എവിടെ മുതലാണോ നമുക്ക് അവിടെ മുതൽ നമുക്ക് ട്രിം ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടാനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഓഡിയോ സ്റ്റാർട്ടിങ്ങിൽ വോളിയം കുറവ് മതിയെങ്കിൽ നമുക്കിവിടെ ഈ ഓഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഈ ഓഡിയോ ക്ലിക്ക് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറഞ്ഞ വോളിയം മതിയെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഡോട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുക്കാം. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് എൻഡ് സ്ക്രീൻ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രിം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ വീഡിയോസും ലെയറും നമുക്ക് ട്രിം ചെയ്ത് കളയണം. എല്ലാ വീഡിയോസും ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഓഡിയോൻ്റെ എൻഡിൽ വേണമെങ്കിൽ നമുക്ക് സൗണ്ട് വേണമെങ്കിൽ അല്പം കുറയ്ക്കാം. അപ്പോൾ നമുക്ക് കീ ഉപയോഗിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഗ്രീൻ കളറോ നമുക്ക് സീനറിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഫയറിന് പകരം. അപ്പോൾ നമ്മൾ താല്പര്യം പ്രകാരം നമുക്ക് ഇഷ്ടപോലെ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സേവ് ചെയ്യാം. അപ്പോൾ ഈ ഫയർ എഫക്റ്റ് വീഡിയോ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഓഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ടൂളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേണ്ടി ഒന്നുകൂടി ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് വീഡിയോ കാണാവുന്നതാണ്. നമുക്കിത് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആളെന്ന് സെലക്ട് ചെയ്ത് വയ്ക്കണം. എന്നാലും ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.